Next, we are going to discuss the solutions of a homogeneous linear ordinary differential equation with constant coefficients. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ P0x, P1x, P2x ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വൈയുടെ കോഫിഷ്യൻസ്, വൈ ഡാഷിന്റെ കോഫിഷ്യൻസ്, വൈ ഡബിൾ ഡാഷ് എല്ലാ കോഫിഷ്യൻസും കോൺസ്റ്റന്റ് ആയിട്ട് ഉള്ള കേസ്. അതിന്റെ സൊല്യൂഷനാണ് നമ്മൾ സെക്കൻഡ് ഓർഡറിൽ ആദ്യം കണ്ടത്. സിമിലർലി ഹിയർ ഓൾസോ വി ആർ ഗോയിങ് ടു സീ ദ സെയിം. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓക്സിലറി ഇക്വേഷന്റെ ആവശ്യമുണ്ട്. ഓക്സിലറി ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഓർഡർ കേസിൽ നമ്മൾ അതിനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ ഡി സ്ക്വയർ എന്ന് എഴുതും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? വൈയുടെ nth ഡെറിവേറ്റീവിനെ ഡി റേസ് ടു എൻ ഓഫ് വൈ എന്ന് എഴുതാം. വൈയുടെ n ടൈംസ് ഡെറിവേറ്റീവ് എടുത്താണ്. പ്ലസ് ഇതിനെ എ എൻ മൈനസ് വൺ ഇൻറ്റു ഡിയുടെ എൻ മൈനസ് വൺ ഡി പവർ എൻ മൈനസ് വൺ വൈ എന്ന് എഴുതാം. വൈയുടെ മുകളിൽ ഡി എന്ന് പറയുന്ന ഓപ്പറേറ്റർ എൻ മൈനസ് വൺ ടൈംസ് അപ്ലൈ ചെയ്ത് കൊടുത്താണ്. എക്സെട്ര ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ലാസ്റ്റ് ഉള്ളത് എ നോട്ട് ഇൻറ്റു ഐ ആണ്, അല്ലെങ്കിൽ എ നോട്ട് ഇൻറ്റു ഐഡന്റിറ്റി ആണ് എടുത്തിരിക്കുന്നത്. ഐഡന്റിറ്റി ഓഫ് വൈ തന്നെയാണല്ലോ. എന്നിട്ട് നമ്മൾ ആ ഓപ്പറേറ്ററിന്റെ ഡി ഉള്ളിടത്തെല്ലാം എം റീപ്ലേസ് ചെയ്ത് കൊടുക്കും. എക്സാക്ട്ലി ആസ് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യൻസ്. അപ്പൊ ഇവിടെയും എം പവർ എൻ ആണ്, ഇത് ഡെറിവേറ്റീവ് അല്ല, എം പവർ എൻ ആണ്, യൂഷ്വൽ പവർ ആണ്. പ്ലസ് എ എൻ മൈനസ് വൺ ഇൻറ്റു വൈയുടെ എൻ മൈനസ് വൺ ഡെറിവേറ്റീവിന്റെ സ്ഥാനത്ത് എം റേസ് ടു എൻ മൈനസ് വൺ കൊടുക്കുക. പ്ലസ് അടുത്ത ടേം എ എൻ മൈനസ് ടു ഇൻറ്റു വൈ എ എൻ മൈനസ് ടു ഇൻറ്റു വൈയുടെ എൻ മൈനസ് ടു ഡെറിവേറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ എ എൻ മൈനസ് ടു ഇൻറ്റു എം റേസ് ടു എൻ മൈനസ് ടു വരും. എക്സെട്ര പ്ലസ് എ ടു ഇൻറ്റു എം സ്ക്വയർ പ്ലസ് എ വൺ ഇൻറ്റു എം പ്ലസ് എ നോട്ട് ഇൻറ്റു വൺ ആണ് വരിക, ഈക്വൽ ടു സീറോ എന്ന് വരും. Okay, so this is the auxiliary equation, and if you compare, you can see that this is just a modification of the same auxiliary equation that we have seen in the second order differential equation, linear differential equation with the constant coefficients. ആ കേസിലുള്ളതിനെ തന്നെ അവിടെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ നമ്മൾ n ടേംസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. Okay, so the auxiliary equation is a polynomial. It's a polynomial equation of nth order. nth order ഉള്ള polynomial equation ആണ് നമുക്ക് എന്ത് ചെയ്താൽ കിട്ടുക? ഒരു nth order ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു nth order പോളിനോമിയൽ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര അനുസരിച്ച് nth order പോളിനോമിയലിന് n റൂട്ട്സ് ഉണ്ടാവും. നമുക്ക് ആ റൂട്ട്സിനെ ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെയും പല കേസസ് ഉണ്ട്. ഇതെല്ലാം റിയൽ ഡിഫറെന്റ് ആയിട്ടുള്ള റൂട്ട്സ് ആവാം. സം റൂട്ട്സ് മേ ബി സെയിം, ചിലത് റിപ്പീറ്റിംഗ് റൂട്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ കോംപ്ലക്സ് റൂട്ട്സ് വരാം, അങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സെക്കൻഡ് ഓർഡറിൽ കണ്ടിരിക്കുന്ന പോലെ ഇതെല്ലാം ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കുക. ഈ റൂട്ട്സ് എല്ലാം ഡിഫറെന്റ് ആണെങ്കിൽ ദ സൊല്യൂഷൻസ് ആർ ഗോയിങ് ടു ബി y1 ഈക്വൽ ടു ഓരോന്നും ഇ പവർ ആയിട്ട് കൊടുത്താൽ മതി. നമ്മൾ സെക്കൻഡ് ഓർഡറിൽ ചെയ്തിരിക്കുന്ന പോലെ ഇ റേസ് ടു ലാംഡ 1 എക്സ് ആദ്യത്തെ സൊല്യൂഷൻ ആയിരിക്കും, ഇ റേസ് ടു ലാംഡ 2 എക്സ് സെക്കൻഡ് സൊല്യൂഷൻ, ഇ റേസ് ടു ലാംഡ 3 എക്സ് തേർഡ് സൊല്യൂഷൻ എക്സെട്ര, ഇ റേസ് ടു ലാംഡ എൻ എക്സ് nth സൊല്യൂഷൻ ആയിരിക്കും. ആൻഡ് ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ കേസിൽ ജനറൽ സൊല്യൂഷൻ വരിക C1 ഇൻറ്റു ഇ റേസ് ടു ലാംഡ 1 എക്സ് പ്ലസ് C2 ഇൻറ്റു ഇ റേസ് ടു ലാംഡ 2 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് Cn ഇ റേസ് ടു ലാംഡ എൻ എക്സ് ആയിരിക്കും ജനറൽ സൊല്യൂഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ ചിലപ്പം എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 5 എന്ന് പറഞ്ഞ റൂട്ട് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, പിന്നെ 6ഉം 7ഉം 8 ആണുള്ളതെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ എമ്മിന്റെ വാല്യൂസ് കാണുമ്പോൾ കിട്ടിയ റൂട്ട്സിൽ 3 റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 8 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, 5 3 പ്രാവശ്യം, 6ഉം 7ഉം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സൊല്യൂഷൻസ് കാണുമ്പോൾ നമുക്ക് ഇ റേസ് ടു 5x 3 പ്രാവശ്യം കിട്ടും, ഇ റേസ് ടു 6x, ഇ റേസ് ടു 7x, ഇ റേസ് ടു 8x 2 പ്രാവശ്യം വരണം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ഇ റേസ് ടു 5x കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇ റേസ് ടു 5x എഴുതിയ എന്തല്ല, ഇൻഡിപെൻഡന്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 5x എടുക്കും. ഓക്കെ, ഇ റേസ് ടു 5x ഒരു സൊല്യൂഷൻ ആണ്. അടുത്ത സൊല്യൂഷൻ ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് എക്സ് ഇൻറ്റു ഇ റേസ് ടു 5x എടുക്കും. ഇനി വീണ്ടും ഒരു 5 വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ, ഈ സൊല്യൂഷനെ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 5x വരും. ഓക്കെ, കോമ ഇ റേസ് ടു 6x ഒരു തവണയേ വന്നിട്ടുള്ളൂ, സോ ഇ റേസ് ടു 6x കോമ ഇ റേസ് ടു 7x ഒരു പ്രാവശ്യമേ ഉള്ളൂ, ഇ റേസ് ടു 8x 2 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇ റേസ് ടു 8x എഴുതിയ രണ്ടാമത് ഇ റേസ് ടു 8x അല്ല വരിക, എക്സ് ഇൻറ്റു ഇ റേസ് ടു 8x ആണ് സെക്കൻഡ് സൊല്യൂഷൻ ആയിട്ട് വരിക. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ സെക്കൻഡ് ഓർഡർ കേസിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് y1 y2 എക്സെട്ര വരിക? ഇഫ് ദ solutions are repeated, some of the solutions are repeated.
ഇങ്ങനെയാണ് ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എഴുതുക. റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, എക്സ് സ്ക്വയർ കൊണ്ട്, ഇനിയുണ്ടെങ്കിൽ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അങ്ങനെ കൊടുക്കുക. ഓക്കെ. ചിലപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. കോംപ്ലക്സ് നമ്പേഴ്സ് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആൽഫ പ്ലസ് ഐ ബീറ്റ സൊല്യൂഷൻ ആയിട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൽഫ മൈനസ് ഐ ബീറ്റ എന്തായിരിക്കും, സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 cos beta x, C2 plus C2 sin beta x. ഇതാണ് സൊല്യൂഷനായിട്ട്, ജനറൽ സൊല്യൂഷനായിട്ട് വരിക നമുക്കറിയാം സെക്കൻഡ് ഓർഡർ കേസിൽ. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു കോസ് ബീറ്റ എക്സ് ഇസ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആൻഡ് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സൈൻ ബീറ്റ എക്സ് ഇസ് ദ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ. ഇതാണ് y1, ഇതാണ് y2. ഓക്കെ. സപ്പോസ് ഒരു കോംപ്ലക്സ് റൂട്ട് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അതായത് ആൽഫ പ്ലസ് ഐ ബീറ്റ തന്നെ 2 പ്രാവശ്യം വന്നു എന്ന് വിചാരിക്കുക. ആൽഫ പ്ലസ് ഐ ബീറ്റ വരികയാണെങ്കിൽ ഉടനെ അതിൻ്റെ കൂടെ എന്ത് തന്നെ വരും, ആൽഫ മൈനസ് ഐ ബീറ്റയും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എം ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ആൽഫ മൈനസ് ഐ ബീറ്റയും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 സൊല്യൂഷൻ കിട്ടണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു കോസ് ബീറ്റ എക്സ് കഴിഞ്ഞ് രണ്ടാമത് അതേ ആൽഫ പ്ലസ് ഐ ബീറ്റ വരുന്നത് കൊണ്ട് y3 can be taken as x into e raised to alpha x cos beta x, comma y4 can be taken as x into e raised to alpha x sin beta x. അപ്പോൾ ഇങ്ങനെ 4 റൂട്ട്സ് കോംപ്ലക്സ് റിപ്പീറ്റഡ് റൂട്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് റൂട്ട്സ് വരിക. അപ്പോൾ നമ്മളതിൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും. y ഈക്വൽ ടു നമുക്ക് ഈ കോസ് ബീറ്റ എക്സ് ഒക്കെ വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. ഇ റേസ് ടു ആൽഫ എക്സ് എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു കോസ് ബീറ്റ എക്സ്, അതിൻ്റെ കൂടെ ഒരു C1 വേണം, ഇതിൻ്റെ കൂടെ C2 വേണം, C3 C4 4 കോൺസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. C1 കോസ് ബീറ്റ എക്സ് വരും, പ്ലസ് ഈ ഇവിടെ ഒരു കോസ് ബീറ്റ എക്സ് ഉള്ളത് കൊണ്ട് നമുക്കതിനെ ഇതിൻ്റെ കൂടെ C1, ഇതിൻ്റെ കൂടെ C2, ഇതിൻ്റെ കൂടെ C3, ഇത് C4 ആണ് കോൺസ്റ്റൻസ് വരുന്നത് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു നമുക്ക് കോസ് ബീറ്റ എക്സ് 2 എണ്ണം വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം C1 പ്ലസ് C3 എക്സ് വരുന്നുണ്ട്, C3 എക്സ് കോസ് ബീറ്റ എക്സ് പ്ലസ് പിന്നെയുള്ള C2 അല്ലെ, C2 ഇ റേസ് ടു ആൽഫ എക്സ് കോമൺ ഫാക്ടർ ആയിട്ട് പുറത്ത് എഴുതിയിട്ടുണ്ട്, സൈൻ ബീറ്റ എക്സ് വരുന്നുണ്ട്, ദെൻ അതിൻ്റെ കൂടെ സൈൻ ബീറ്റ എക്സ് C4ൻ്റെ ഒരു ടേമിൽ വരുന്നുണ്ട്. അപ്പോൾ C4 എക്സ് sin beta x എന്ന് വരും, beta x. So this is going to be the general solution. അപ്പോൾ ആകെ ഉണ്ടായ ചേഞ്ച് നമ്മൾ ആൽഫ പ്ലസ് ഐ ബീറ്റ ആൽഫ മൈനസ് ഐ ബീറ്റ ഒറ്റ തവണയെ വന്നിട്ടുള്ളൂ എങ്കിൽ the solution will be e raised to alpha x into C1 cos beta x plus C2 sin beta x എന്നേ വരുള്ളൂ. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്താവും, e raised to alpha x into C1 plus C3 x cos beta x plus C2 plus C4 x sin beta x. ഇനി സപ്പോസ് ഇത് ഒരിക്കൽ കൂടി വന്നു എന്ന് വിചാരിക്കും, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ 6 റൂട്ട് വരും, പ്ലസ് റൂട്ട് വരുമ്പോൾ മൈനസ് റൂട്ട് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ആൽഫ പ്ലസ് ഐ ബീറ്റ ആൽഫ മൈനസ് ഐ ബീറ്റ വേറൊരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ C1 പ്ലസ് C3 എക്സ് പ്ലസ് ഒരു ടേമും കൂടെ വരും, അത് എക്സ് സ്ക്വയറിൻ്റെ ടേമാണ് വരിക. അതായത് ഇറ്റ്സ് ഗോയിങ് ടു ബി y ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 പ്ലസ് C3 എക്സ് പ്ലസ് C3 ഓ C2 എന്ത് വേണമെങ്കിൽ ഇടാം, ഇവിടെ കോൺസ്റ്റന്റ് മാറ്റി കൊടുത്താൽ മതി. അടുത്തത് എന്ത് വരും, C5 എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ടേം വന്നു, കോസ് ബീറ്റ എക്സ് പ്ലസ് ഇതിലുള്ളത് C2 പ്ലസ് C4 എക്സ് പ്ലസ് C6 എക്സ് സ്ക്വയർ സൈൻ ബീറ്റ എക്സ്. ഇതാണ് സൊല്യൂഷനായിട്ട് വരിക, ജനറൽ സൊല്യൂഷനായിട്ട് വരിക. അപ്പോൾ കോംപ്ലക്സ് റൂട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സൊല്യൂഷൻസ് വരാൻ പോകുന്നത്. So any number of solutions of the form e raised to lambda x are linearly independent on an open interval I if and only if the corresponding lambdas are all different. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് വന്നാലും അത് ഡിഫറെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇ റേസ് ടു ലാംഡ എക്സ് തന്നെ എഴുതാം. പക്ഷെ നമ്മളത് കോംപ്ലക്സ് നമ്പേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈനും കൊസൈനായിട്ട് എഴുതുന്നു മാത്രം. Now let us see some examples. So y triple dash minus 3y double dash plus 2y dash equal to 0. So first equation ആണ്, തേർഡ് ഓർഡർ ആണ്, ദിസ് ഇസ് തേർഡ് ഓർഡർ ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ വരിക, ഇവിടെ ട്രിപ്പിൾ ഡാഷ് വന്നതുകൊണ്ട് m³ മൈനസ് 3 ഇൻറ്റു m² പ്ലസ് 2 ഇൻറ്റു
എം, ഇത് 2y ആയിരുന്നെങ്കിൽ 2 എന്ന് എഴുതുള്ളൂ. 2y ഡാഷ് ആയതുകൊണ്ട് 2m വരും. m represents the m is having a power equivalent to the derivatives order. അതായത് ഡെറിവേറ്റീവിന്റെ ഓർഡറിനനുസരിച്ചാണ് എമ്മിന്റെ പവർ വരും. ഇത് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് m raised to 1 വരും, ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനെ നമുക്ക് m കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ m ഇൻറ്റു സംതിങ് എന്ന് കിട്ടും. അതിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ m ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു m മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. സാധാരണ ഒരു തേർഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സൊല്യൂഷൻ നമ്മൾ ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കണ്ടുപിടിക്കും. ബാക്കി എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി രണ്ട് റൂട്ട്സും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ m ഈക്വൽ ടു 0 ഒരു റൂട്ടാണ്, 1 2 മൂന്ന് റൂട്ട്സ് ആണ് കിട്ടിയത്. മൂന്നും റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഇതിന്ന് കിട്ടുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒന്ന് e raised to 0x ഉണ്ടാവും, രണ്ടാമത്തെ e raised to 1x ഉണ്ടാവും, മൂന്നാമത്തെ e raised to 2x ഉണ്ട്. e raised to 0x എന്ന് പറയുന്നത് 1 ആണല്ലോ. അതുകൊണ്ട് 1 e raised to x, e raised to 2x, they are the independent solutions. And അത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അതൊരു ബേസിസ് ഓഫ് സൊല്യൂഷൻസ് ഫോം ചെയ്യും. And general solution is equal to y, general solution is given by y equal to c1 into 1 plus c2 e raised to x plus c3 e raised to 2x. ഇങ്ങനെയാണ് സൊല്യൂഷൻ വരിക. ഈ കേസിൽ മൂന്നും റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. Now see another example. Second example, solve y fourth derivative minus 3y third derivative plus y double dash 2y double dash equal to 0. ഓക്സിലറി ഇക്വേഷൻ എടുക്കുമ്പോൾ m raised to 4 വരും, മൈനസ് 3m ക്യൂബ് പ്ലസ് 2m സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. m സ്ക്വയർ കോമൺ ആണ്, m സ്ക്വയർ മാറ്റിക്കഴിഞ്ഞാൽ m സ്ക്വയർ ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു m മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ m ഈക്വൽ ടു 0 രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, 1 ഒരു പ്രാവശ്യവും 2 ഒരു പ്രാവശ്യം വന്നു. അപ്പോൾ റിപ്പീറ്റഡ് റൂട്ട്സ് ആണ് 0 വരുന്നത്. 0 ഇസ് എ റിപ്പീറ്റഡ് റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു സൊല്യൂഷൻ e raised to 0x തന്നെ, രണ്ടാമത്തെ സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്ത് വരും, x ഇൻറ്റു e raised to 0x വരും. e raised to 0x 1 ആയതുകൊണ്ട് ആദ്യത്തെ സൊല്യൂഷൻ 1ഉം രണ്ടാമത്തെ സൊല്യൂഷൻ x ആണ് വരിക. ഓക്കെ, സോ 0 ഇസ് എ റിപ്പീറ്റഡ് റൂട്ട്, അതേഴ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്ന് പറയുന്ന റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് e raised to 1x വരും, 2 എന്ന് പറയുന്ന റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് e raised to 2x ഒരു സൊല്യൂഷൻ ആയിട്ട് വരും. 0 റിപ്പീറ്റഡ് റൂട്ട് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ e raised to 0xും x ഇൻറ്റു e raised to 0xും വരും. e raised to 0x 1 ആയതുകൊണ്ട് 1ഉം എക്സും ആയിട്ട് ആണ് എന്തിന് സൊല്യൂഷൻ ആയിട്ട് വരിക, ഈ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സൊല്യൂഷൻസ് ആയിട്ട് വരും. Therefore the basis of solution is 1 x e raised to x e raised to 2x. Basis of solutions കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ സിമ്പിൾ ആണ്. y ഈക്വൽ ടു c1 ഇൻറ്റു 1 പ്ലസ് c2 ഇൻറ്റു x പ്ലസ് c3 ഇൻറ്റു e raised to x പ്ലസ് c4 ഇൻറ്റു e raised to 2x വരും. നെക്സ്റ്റ് പ്രോബ്ലം, സോൾവ് y fifth derivative plus 2 into y third derivative plus y dash equal to 0. അപ്പോൾ ഫിഫ്ത്ത് ഓർഡർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിന് 5 റൂട്ട്സ് വരും, 5 ഇൻഡിപെൻഡന്റ് റൂട്ട്സ് വരും, 5 ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് വരും. ഓക്സിലറി ഇക്വേഷൻ വരും m raised to 5 plus 2m ക്യൂബ് പ്ലസ് m ഈക്വൽ ടു 0 എന്നാണ്. ഒരു m നമ്മൾ മാറ്റാം, m കഴിഞ്ഞാൽ പിന്നെ m raised to 4 plus 2m സ്ക്വയർ പ്ലസ് 1 ആണ് വരുന്നത്. അത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷനിൽ എഴുതി കഴിഞ്ഞാൽ m ഇൻറ്റു m സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ m ഈക്വൽ ടു 0 ഒരു റൂട്ട് വരും, പിന്നെ m സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ m സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആൻഡ് m സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിന്ന് m സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 വരും, ഇവിടെയും m സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 വരും. സോ m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i വരും, ഇവിടെയും m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i വരും. അതുകൊണ്ടാണ് ഞാൻ റൂട്ട്സ് ആയിട്ട് 0 പ്ലസ് ഓർ മൈനസ് i, 0 പ്ലസ് ഓർ മൈനസ് i, ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് റൂട്ട്സ് ആണ് വന്നിരിക്കുന്നത്. 0 ഒരു ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആയതുകൊണ്ട് y1 ഈക്വൽ ടു e raised to 0x അല്ലെങ്കിൽ 1 എന്ന് കിട്ടും, ഒരു റൂട്ട്, ഒരു സൊല്യൂഷൻ. ഈ കോംപ്ലക്സ് റൂട്ട്സ് 0 പ്ലസ് 1iയും 0 മൈനസ് 1iയും രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് റൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സൊല്യൂഷൻ കിട്ടുക e raised to 0x ഇൻറ്റു c1 cos x പ്ലസ് c2 sin x കിട്ടും. സെക്കൻഡ് സൊല്യൂഷൻ വരിക x ഇൻറ്റു, ഇത് ആക്ച്വലി രണ്ട് സൊല്യൂഷൻസ് ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എഴുതിയാലും മതി. what you can do is e raised to 0x 1 ആണല്ലോ, അപ്പോൾ e raised to 0x ഇൻറ്റു എന്ത് ചെയ്യാം, രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കോൺസ്റ്റൻസ് കൊടുക്കുമ്പോൾ c1 പ്ലസ് c3x എന്നാണ് നേരത്തെ എഴുതി, c2x എഴുതിയാലും കുഴപ്പമില്ല, c2x ഇൻറ്റു കോസ് ബീറ്റ ഇസ് 1 അല്ലേ, അപ്പോൾ കോസ് 1x പ്ലസ് c3 പ്ലസ് c4x
ഇൻറ്റു സൈൻ എക്സ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ എക്സിന്റെ ടേം വരാൻ കാരണം റിപ്പീറ്റ് ചെയ്തതുകൊണ്ടാണ്, കോംപ്ലക്സ് റൂട്ട്സ് റിപ്പീറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി, രണ്ട് സൊല്യൂഷൻസ് ഇങ്ങനെ എടുത്തിട്ട് ഒന്നിന്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ എഴുതാം. സോ ദ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സൊല്യൂഷൻ 1 ആണ്, രണ്ടാമത്തെ സൊല്യൂഷൻ e⁻⁴x ഇൻറ്റു കോസ് എക്സ്, രണ്ടാമത്തെ സൊല്യൂഷൻ കോസ് എക്സ്, മൂന്നാമത്തെ സൊല്യൂഷൻ സൈൻ എക്സ്, നാലാമത്തെ സൊല്യൂഷൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, എക്സ് കോസ് എക്സ്, അഞ്ചാമത്തെ സൊല്യൂഷൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇത്രയാണ് സൊല്യൂഷൻസ് ആയിട്ട് വരിക. അപ്പോൾ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതിന്ന് നേരിട്ട് ഞാൻ നേരത്തെ എഴുതിയ പോലെ എഴുതാം. അപ്പോൾ ഞാൻ ഈ 1 ലാസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്, C5 ഇൻറ്റു 1 എന്ന് ലാസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ജനറൽ സൊല്യൂഷൻ. y ഈക്വൽ ടു C1 പ്ലസ് C2x C3x ഇൻറ്റു കോസ് എക്സ് പ്ലസ് C2 പ്ലസ് C4x ഇൻറ്റു സൈൻ എക്സ് പ്ലസ് C5 ഇൻറ്റു 1 ഇങ്ങനെ എഴുതാം. ഓർ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഇതിൻ്റെ കൂടെ പ്ലസ് ഈ ഫസ്റ്റ് സൊല്യൂഷൻ അവിടെ ഉണ്ട് എന്നുള്ള ഓർക്കണം. y1 ഈക്വൽ ടു 1 ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. സോ താങ്ക് യു.